ദൈവമേ തിരുത്തിരു ദൈവമേ വഴികാട്ട്. അയ്യോ ഒരല്ലേ പാടുള്ളൂ. തമിഴ് മക്കളെ വണക്കം, മലയാളി മക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എന്തൊക്കെയോ അപകടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആളുകൾ പേടിപ്പിച്ചത് മൂലം ഇന്ന് 2 പേരുണ്ട് എൻ്റെ കൂടെ. 2 പേരും ടീച്ചർമാരാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹായ് കൊടുത്തരും. ശരിയാ, ഹായ്. ഇപ്പം നമ്മളുള്ളത് പെരിയ കനാൽ വാട്ടർഫാൾസിന്റെ സമീപത്താണ്. അപ്പോൾ എല്ലാവരും പെരിയ കനാൽ വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിന്ന് അതിൻ്റെ അവിടെ സീതാദേവിയുടെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല ലേക്ക് ഉണ്ടെന്നൊക്കെ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ വായോ. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് വഴി പറഞ്ഞു തന്നത് കേട്ടോ. പെരിയ കനാൽ വാട്ടർഫാൾസിന്റെ മുകളിൽ പോകാം, എല്ലാവരും പോകുന്നതാണ്. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ പറ്റുന്നതാണ് കേട്ടോ ചേട്ടൻ നമ്മളോട് പറഞ്ഞേ. യൂട്യൂബിൽ ഇടാനാണേ. പേരെന്താ ഏട്ടൻ്റെ? അളകരാജ്. ഇവിടെയാണോ വീട്? പോകുന്ന വഴിയിൽ. ദേ അപ്പോഴാണ് കേട്ടോ നമ്മുടെ തമിഴ്നാടിന്റെ വണ്ടി വരുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ചേട്ടൻ നോക്കി തന്ന് ബസ് ഇറങ്ങി വരുന്ന നോക്കിക്ക. അപ്പൊ ഇതാണ് കേട്ടോ പവർ ഹൗസ്. ഇവിടത്തെ മറ്റേ എന്താ പറയാ, പെരിയ കനാൽ പവർ ഹൗസ്. അവിടെ നിന്ന് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ടീച്ചർമാരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നമ്മൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമല്ലോ. അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അടുത്തോട്ട് വരും തോറും വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഭംഗി. അപ്പോൾ ശരിക്കും ഇത് മൂന്നാറിലോട്ട് എന്താ പറയുക, മൂന്നാറിലോട്ട് പോകാൻ വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം നമ്മൾ വിചാരിച്ചു മൂന്നാർ നമുക്ക് എപ്പോഴും പോയി കാണാമല്ലോ, ഇതിൻ്റെ മുകളിലൊക്കെ വല്ലപ്പോഴും അല്ലേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ചേട്ടനില്ല, ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ വഴിയും കൂടെ പോയി കാണാമെന്ന് വിചാരിച്ചത്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പെരിയ കനാൽ വാട്ടർഫാൾസിൻ്റെ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നണം ഇതിലും വെള്ളമുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെരിയ കനാൽ വാട്ടർഫാൾസ്, പവർ ഹൗസ് വാട്ടർഫാൾസ് എന്നൊക്കെ പറയും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 മീറ്റർ ഉയരത്തിലാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഗൂഗിൾ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നത്. STC ബംഗ്ലാവ് ടെയിൻ ഓഫ് പെരിയ കനാൽ ഫാക്ടറി റോഡാണത്രേ ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറുക്കുവഴിയൊക്കെ അന്വേഷിച്ചിട്ടാണ് പോണത്. യാത്ര ആരംഭിക്കുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ്. അപ്പോൾ ഇതേ വെള്ളം ഒലിച്ച് വരുന്നുണ്ടോ, ഇനി വല്ല ഉറവയാണോ അതോ വല്ല പൈപ്പ് പൊട്ടിയതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്താണെങ്കിലും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ നടക്കുവാണ്. നിലത്ത് കുറച്ച് കുത്തുകല്ലുകൾ ഉണ്ട് കേട്ടോ. കുത്തുകല്ലുകൾ എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് കയറിയാണ് നമ്മൾ പോണത്. ആ വീട് കണ്ടോ, അവിടെ റോസ് കളർ ഒരു വീട്, അതിന്റെ പുറകില് കൂടെ പോണെന്നാണ് പറഞ്ഞത്. ഇതൊരു ഷോർട്ട് കട്ട് ആണേ. നോക്കി നല്ല ഭംഗിയില്ലേ. ഇവിടെ എന്തോ കാടൊക്കെയാന്ന് തോന്നുന്നു. ഇപ്പുറത്ത് തേയിലത്തോട്ടം. അപ്പൊ അവരവിടം വരെ എത്തി. എന്താണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്? ഭംഗി, അതിസുന്ദരമായ വ്യൂ ഞങ്ങളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്യാമറാമാൻ. ഫാക്ടറി, അതിന്റെ ചുറ്റുപാടുമുള്ള കടകളും വീടുകളും ഒക്കെ ആ കാഴ്ചയെ കൂടുതൽ മനോഹാരിതമാക്കുന്നു. മലയാളം ടീച്ചറായിരുന്നു, മറ്റേ ആസ്വാദന കുറിപ്പ് എഴുതുന്ന പോലെയുണ്ട്. അർത്ഥ ഭംഗി കൊണ്ടും താള ഭംഗി കൊണ്ടും. അതേ കാണുന്നതാണ് ആനയിറങ്കൽ, നമ്മൾ പോയ ആനയിറങ്കൽ ഡാം. പക്ഷെ ക്യാമറയ്ക്ക് ആ ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. നേരിൽ കാണുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി അല്ലേ. ദുർഘടം പിടിച്ച വഴികളാണ്. നല്ല എന്താ പറയൂലോ, നല്ല എന്നാ ടീച്ചറെ, ദുർഘടം പിടിച്ച വഴികളിലൂടെ നടന്നാലാണ് നല്ല സ്ഥലങ്ങളിൽ എത്തുള്ളൂ എന്ന്. അത് അത് തന്നെ. അപ്പോൾ ഇത്തിരി വഴി ദുർഘടമാണെങ്കിലും ഇതുവഴി വഴിയുണ്ട്, അത്ര ദുർഘടമല്ല. എൻ്റെ പുറകിലൂടെ ഉള്ള വഴി എന്നാ പറഞ്ഞേ. അപ്പോൾ എന്തേ മോളത്തെ വീടായിരിക്കും. ആരെങ്കിലും കാണുവാണെങ്കിൽ ചോദിക്കായിരുന്നു, ചേച്ചി ചേട്ടാ. ആരുമില്ല. ഈ വഴി പോകുന്നത് കണ്ടോ? ഈ വഴിയായിരിക്കും. ദേ ഈ വഴിയായിരിക്കും. നമുക്ക് ആ വീട്ടിൽ പോയി ചോദിക്കാം, കുറച്ച് വെള്ളവും ചോദിക്കാം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്ക്, എല്ലാരും ട്രക്കിംഗ് ഷൂസ് മേടിക്കുക. ഇതിലൊക്കെ പോയി എപ്പോഴാണ് തെന്നിയടിച്ച് വീഴാന്ന് പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 3 സ്പോൺസർ ചെയ്യുക. ഈശ്വര, ഏതോ കാട്ടിലോട്ടാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദേ നല്ല നമ്മൾ പൂന്തോട്ടത്തിൽ വളർത്തുന്ന ഡാലിയൊക്കെ ഇവിടെ കാട്ടിലെന്ത് ഭംഗിയാലേ. ടീച്ചർമാരെ, ഈ കാട്ടിലൂടെ എത്തിപ്പെട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? നമുക്ക് മൂന്നാർ പോകത്ത് നന്നായി എന്നാണോ തോന്നുന്നത്?
നല്ല ഭംഗിയുണ്ട്, എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആണ്. ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായ ഒരു അനുഭവം, ഒരു ഫീലിങ്സ്. ടീച്ചർ പണ്ട് പ്രസംഗത്തിനുണ്ടായിരുന്നു, അത് ഉപന്യാസ മത്സരത്തിനുണ്ടായിരുന്നു. അതെ, വലിയ കാടാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും ഇതൊരു കാട് തന്നെയാണ്. പക്ഷെ കാട്ടിലും ആൾക്കാർ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വഴി അറിയാത്തപ്പോൾ വഴി കണ്ടുപിടിക്കാൻ നമുക്ക് തലമുറകൾ കൈമാറി വന്ന ആ സീക്രട്ട് നമ്മൾ, അയ്യോ ആയല പോയി, വേറെ ഓർമ്മ കേട്ടോ. ഇത് ചെമ്പരത്തിയല്ലേ? ചെമ്പരത്തിയല്ല. പണ്ട് ഞാൻ ബോട്ടിന് പഠിച്ചതാണ്, എന്നിട്ട് എനിക്കൊരു ചെടി പോലും അറിയില്ല. ബോട്ടിന് പഠിച്ചില്ല അന്ന്? അല്ല, ബോട്ടിന് പഠിപ്പിച്ചു, ഞാൻ പഠിച്ചില്ല. അങ്ങനെ പറ. തിരുത്തിരി ദൈമേ തിരുത്തിരി ദൈമേ തിരുത്തിരി ദൈമേ വഴികാട്ട്. അയ്യോ ഒരല്ലേ പാടുള്ളൂ. തിരുത്തിരി ദൈമേ തിരുത്തിരി ദൈമേ തിരുത്തിരി ദൈമേ വഴികാട്ട്. അങ്ങോട്ട് കണ്ടോ? ഇത് ശരിയാണ്. ശരിയാണ്. ഞാൻ മറ്റേ മുറിവാലിനെ കാണാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു കാട് കയറിയില്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും എന്നെ തന്നെ പോയേന്, എല്ലാവരും എന്നെ കെയർ ചെയ്യുന്നവരെന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിൽ ഇവർ കൂടെ ഉള്ളത് നല്ലതാണല്ലോ. ഒരു കണക്കിന് ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ 2 പേരുണ്ട്. നിറച്ച് ഈ പുല്ലാണ്. ഈ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന പുല്ല് ഇതാണോ? ഈ പുല്ലിൻ്റെ പേരറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സത്യത്തിൽ ഞാൻ തന്നെ വന്നിരുന്നെങ്കിൽ പെട്ടേനെ അല്ലേ? നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങളെയും കുഴിച്ചടിക്കാം. നമ്മൾ കയറി വന്നതാണ് താഴെ നിന്ന് ഇത്രയും ദൂരം. അപ്പം എന്താണേലും മുകളിലോട്ട് തന്നെ പോവാം. ഇപ്പം ഇത്രയും ഞാൻ പറയില്ലേ, കുറച്ച് വഴിയെല്ലാം പുല്ലൊക്കെ വെട്ടിയ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇത് കൂടെ ആൾവാസം ആളുകൾ എന്താ പറയുക, ആളുകൾ നടക്കുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കും. ഈ ഒരു സൂര്യനെല്ലി അല്ലെങ്കിൽ മൂന്നാർ ഭാഗത്ത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും വേർക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് വാട്ടർഫാൾസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ കണ്ടോ, അവർ കടന്നങ്ങ് പോയി. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളവർ ആരെങ്കിലും കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഈ നാട്ടുകാരുണ്ടെങ്കിലും ഒത്തിരി പേരിപ്പം സൂര്യനെല്ലിയിലുള്ളവർ കമൻറ്റ് ചെയ്യാറുണ്ട്, കാണുമ്പോൾ വീഡിയോ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതെ, ഇനി അങ്ങോട്ടുള്ള വഴിയാണ്. അപ്പം നടന്നാലോ, വാ. ഫൈനലി വി ആർ, എന്താ പറയുക, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് അടുത്ത് വരുന്നുണ്ട്. പെരിയ കനാൽ വാട്ടർഫാൾസിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. കണ്ടോ, ദുർഘടം പിടിച്ച വഴികളെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ എത്തിക്കുന്നതെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ ഏതാണ്ട് പ്രസംഗം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണെങ്കിലും നമ്മളത് ആ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് എത്തി. ടീച്ചർമാരൊക്കെ നമ്മളെക്കാളും മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. നോക്കി, ഹലോ. എനിക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് പറയാൻ പറ്റുന്നില്ല. വാവ്, വൈകുന്നേരം ആയിരുന്നേ പൊളിച്ചേനെ എൻ്റെ മറ്റേ വാട്ടർഫാൾസിന്റെ സൗണ്ട് കാരണം. ഇനിയും മുകളിലോട്ട് പോണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, സാധാരണ ഒരു വാട്ടർഫാൾസിൻ്റെ പരിസരത്ത് അതൊന്നൊരു റീലിൽ കൂടെ ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൂറിസ്റ്റുകളുടെ ബഹളമായിരിക്കും കേട്ടോ. അത് നല്ലത്, ആളുകൾ വന്ന് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, കുറേ വേസ്റ്റും ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അധികം ആരും വരാത്തത് കൊണ്ട് തന്നെ നല്ല ക്ലീനാണ്, വെള്ളം തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇത് പെരിയ കനാൽ വാട്ടർഫാൾസിൻ്റെ ആ മുകൾ ഭാഗം കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആരും എത്തിപ്പെടാറില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആരും വരാറില്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലെന്ന് പറയണത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ടീച്ചർമാർ 2 പേരും എൻജോയ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം കുറച്ച് നേരം കരയിലിരുന്നിട്ട് വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിച്ചു. പിന്നെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം കണ്ടിട്ട് അവിടെ ഇറങ്ങാതിരിക്കണ മോശമല്ലേ, സൂക്ഷിച്ചിറങ്ങണം കേട്ടോ നിങ്ങൾ വരുവാണെങ്കിലും. പിന്നെ നമ്മുടെ ഫ്രീസറിൻ്റെ അകത്തിരിക്കുന്ന വെള്ളമില്ല, അത്രയും തണുപ്പായിരുന്നു. കാലൊക്കെ തണുത്തിട്ട് കുറച്ചായിട്ട് നമ്മൾ നല്ല തണുപ്പ്. വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കുളിച്ചേനായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ വെള്ളച്ചാട്ടം. എൻ്റെ ഫോണിൽ ചാർജ് 27%. അപ്പോൾ നമുക്കിനി മുകളിൽ ലേക്കിലോടെ പോകണമല്ലോ. നമ്മൾ സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല, വഴി ഇപ്പോൾ മനസ്സിലാകുന്നുമില്ല. അവർ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങോട്ടൊരു വഴി കണ്ടോ, അതേ കാണുന്നുണ്ട്. പിന്നെ ആ മുകളിലോട്ടും പോവാൻ തോന്നുന്നു. മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ എന്താണെങ്കിലും ആ മുകളിലോട്ട് കയറി പോവാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മുകളിലായിരിക്കുമല്ലോ ലേക്ക്. ഫോണിൻ്റെ ചാർജ് തീർന്നില്ലെങ്കിൽ ബാക്കി നമുക്ക് കാണിച്ചു തരാം. വഴുക്കലുള്ളതുകൊണ്ട് നമ്മൾ നനഞ്ഞ സ്ഥലം നോക്കാതെ ചവിട്ടി പോവുകയാണ്. അറിയില്ല തെന്നി വീഴുമോന്ന്. അപ്പോൾ എന്താണേലും മുകളിലോട്ടാണ് നമ്മൾ പോയി നോക്കുന്നത്. ഞാൻ പഴയ NCC എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങ് പോന്നു. പണ്ട് നമ്മൾ എന്തായിരുന്നു എന്നതിൽ കാര്യമില്ലല്ലോ, ഇപ്പോൾ നമ്മൾ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം ഇങ്ങോട്ടൊരു വഴി ചെറുതായിട്ടുണ്ട്. അപ്പം ഈ വഴി ആയിരിക്കും.
വീണ്ടും മുകളിലേക്ക് അവർ വരുന്നുള്ളൂ. അവർ കുറേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ഫോട്ടോ എടുക്കണം എനിക്കിഷ്ടമില്ല. എനിക്ക് ഈ തംബ്നെയിൽ ഇടാനിട്ട് ആയിട്ടൊരു ഫോട്ടോ ഒക്കെ മതി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വീഡിയോ എടുക്കണം. വീഡിയോ നിങ്ങളെ കാണിച്ചു തരണം, അതാണ് മെയിൻ. ഇനി എങ്ങോട്ടാണോ എന്തോ വീണ്ടും തിരുത്തി ദൈവത്തെ വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങോട്ടും വഴിയുണ്ട്, ഇങ്ങോട്ടും വഴിയുണ്ട്. അങ്ങനെ അവർ വരുന്നു. വീണ്ടും കണ്ണെത്താ ദൂരത്തോളം വഴി മാത്രമാണ് കേട്ടോ കാണുന്നുള്ളൂ. ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന ക്ലീഷേ ഡയലോഗുമായി നമ്മൾ വീണ്ടും നടക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങളും വാട്ടർഫാൾസ് കണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലോട്ടുള്ള വഴിയാണ് കേട്ടോ. വരാൻ വേണ്ടിയിട്ടുള്ളവർക്ക് കൂടി പറഞ്ഞു തരുന്നതാണ്. 2 വഴിയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് റൈറ്റിലോട്ട്, ഒന്ന് ലെഫ്റ്റിലോട്ട്. ഇവിടെ ഒരു മരപ്പാലമൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ടീച്ചറെ, അയ്യോ ടീച്ചറേന്ന് വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല. അയ്യോ, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ വഴി പോയി നോക്കണോ, അപ്പുറ വഴി പോയി നോക്കണോ? ഈ വഴി മറ്റേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെ ഒരു മരപ്പാലമുണ്ട്. അപ്പോൾ അവിടെ നിന്നല്ലേ വെള്ളം വരുന്നത്. അപ്പോൾ ആ വഴിക്കായിരിക്കില്ലേ ലേക്ക്. നമുക്ക് നേരെ നടന്നു പോയാലോ? ഇനി എന്തായാലും അവരും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. എവിടെ ഇരുന്ന ഞാനാ ഇപ്പം എവിടെ ഇരിക്കണേ അല്ലേ? നല്ല രസം കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള സ്ഥലമെങ്കിലും പോകണം. പിന്നെ തന്നെയും യാത്ര ചെയ്ത് ശീലിക്കണം. ടീച്ചറെ വഴി തെറ്റുമോ? അവർ വരുന്നുണ്ട്. ഏത് വഴിയാ? ആ വഴിയായിരിക്കുമല്ലേ? അപ്പം ഈ 2 വഴിയല്ലാതെ അതിലേ ഒരു വഴിയുണ്ടെന്ന് അവർ പറയുന്നു. അപ്പം 3 വഴി മൊത്തത്തിൽ. ആ വഴിയാണോ? ഞാൻ കണ്ട 2 വഴിയല്ലാതെ 3ാമതൊരു വഴി ഈ ടീച്ചർമാർ കണ്ടുപിടിച്ചത് മുകളിലോട്ടുള്ള വഴി. അപ്പോൾ ഇതേ പച്ചക്കുടയുള്ള ധന്യ ടീച്ചർ പറഞ്ഞു ചിലപ്പോൾ ആ മുകളിലോട്ടായിരിക്കാം ലേക്ക് ഉള്ളത് എന്ന്. കുനിഞ്ഞ് കയറുവാണ്. വീണ്ടും ഒരു മരം നമ്മളെ തടയുന്നുണ്ട്. ഈ വഴിയാണോന്നും അറിയില്ല. ഈ ടീച്ചർമാർ ഇതുവഴി ഞാൻ ഇതുവഴി കുനിഞ്ഞു വന്നപ്പോൾ ഇവർ ഇതുവഴി സിമ്പിളായിട്ട് വന്നു. നമ്മൾ ഇത്രയും നാളും കയറിയ കയറ്റമൊന്നും ഒരു കയറ്റമല്ല. ഇത് വലിയൊരു കയറ്റമാണ്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് വളരെ വലിയൊരു കയറ്റമാണ് കേട്ടോ. ഇത് കയറി നോക്കിയിട്ട് ഇനി എനിക്ക് സങ്കടം വരുന്നത് എന്താണെന്നറിയാം. ഇനി ഇത് കയറിയിട്ട് ഇനി ഇതല്ല മറ്റേ 2 വഴിയിൽ ഏതെങ്കിലും വഴിയായിരുന്നു എന്ന് തിരിച്ചറിയേണ്ടി വരാതെ ഈ കയറ്റം തന്നെ കയറാല്ലേ. എന്താണെങ്കിലും ആൾക്കാർ കയറുന്ന കയറ്റം ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ പുല്ലില്ലാത്തത്. അവരവിടെ ഫോട്ടോസ് എടുക്കുന്നു, നമ്മൾ മല കയറുന്നു. എനിക്ക് ഡോറയെ ഓർമ്മ വരുന്നു. ഡോറയെ പോലെ ഒരു ബാക്ക് പാക്ക് എനിക്കുണ്ട്. എനിക്ക് 2 ബുജ്ജികളുണ്ട്. അയ്യോ അവർ കേൾക്കണ്ട. നേരത്തെ കണ്ട കാട് പോലെയല്ല, ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. ആരെയും വിളിച്ച് വഴി ചോദിക്കാനാന്ന് വിളിച്ചാൽ വഴി അറിയാവുന്ന ആരും തന്നെ ഇല്ല. എന്നാലും വിളിക്കാന്ന് വെച്ചാലും റേഞ്ച് ഇല്ല. അത് ശ്രദ്ധിക്കുക ഇവിടെ വരുന്നവർ. വഴിക്കൽ ഏരിയ ഉണ്ട്. ടീച്ചറെ ഇവിടെ ഇത്തിരി ശ്രദ്ധിക്കണേ. ഇവിടം വരെ കയറിയില്ല, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. പോയി നോക്കാം. നിങ്ങളവിടെ നിൽക്ക, ഞാൻ അതേ മുകളിൽ നോക്കാന്നാ. ഇത്രയല്ലേ എനിക്കുള്ളൂ. വെറുതെ ഈ വഴുക്കല് വെങ്ങാനും വീണ ഒരാൾ വീണ മതിയല്ലോ. ഞാൻ കയറി നോക്കാം. ഇതിന് ശേഷം അതല്ല തടാകമെങ്കിൽ ധന്യ ടീച്ചറിനെ ഇടിക്കലിന് ഒരു സെക്ഷൻ ഉണ്ട്. എന്റെ ഒബ്സർവേഷൻ ആയിരുന്നു കറക്റ്റ്. ഇത് അവിടെയാ തടാകം. നമ്മൾ ഈ കുന്നു വെറുതെ കയറി, നമ്മളല്ല ഞാൻ. അയ്യോ, എന്തായാലും ഇവിടെ വരെ കയറി സ്ഥിതിക്കാൻ മുകളിലൂടെ പോയി നോക്കിയാലോ. 1 മണിയായി. ഇതാണ് ഇതിന്റെ മുകൾ ഭാഗം. മുകളിലോട്ട് പിന്നെയും കാടുകൾ തന്നെയാണ്. അപ്പോൾ ദേ നമ്മൾ വഴി തെറ്റിയല്ലോ. ലേക്ക് അവിടെയാണ്. ഞാനിനി തിരിച്ചിറങ്ങണം. ടീച്ചർമാർ പകുതി വഴിയാണ് കയറിയുള്ളൂ. കയറ്റം ഈസ് വെരി ഈസി. ഇറക്കമാണ് ഡിഫിക്കൽട്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാട്ടെ. എനിക്ക് ഇറക്കമാണ് കൂടുതൽ ഒരു പേടിയായിട്ട് വരിക. കയറ്റം കയറുന്നത് എനിക്ക് പ്രശ്നമില്ല എന്നല്ല. നീ നോക്കിയ മലയെ കാണാൻ നല്ല രസമില്ലേ? ആ വഴി കണ്ടോ? ഇപ്പുറത്തെ തേയിലക്കാടുകളൊക്കെ. അപ്പോൾ എന്നെ വഴി തെറ്റിച്ച ധന്യ ടീച്ചർ എനിക്ക് വീഡിയോയിൽ കൂടെ പറയുന്നു എനിക്ക് ജ്യൂസ് മേടിച്ച് തരുമെന്ന്. ഇടിക്കാതിരുന്നാൽ മതി. വീണ്ടും നമ്മൾ ഇറങ്ങുകയാണ്. അതല്ല ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഈ ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഫോണിനൊന്നും പറ്റല്ലേ എന്നാണ്. നമുക്കൊന്നും പറ്റിയാലും കുഴപ്പമില്ല. നമ്മളെന്താ, നമുക്ക് ആരോടും നമുക്ക് സെൽഫ് ലവ് ഇല്ല. അപ്പോൾ ദേ ആ നേരെ പോകുന്ന ആ വഴിയായിരുന്നു ശരിയായ വഴി. മറ്റേ തടയിട്ടിരുന്ന വഴിയല്ല. എൻ്റെ ഒബ്സർവേഷൻ കറക്റ്റായിരുന്നു. വെള്ളം ഒഴുകി വരുന്നത് അങ്ങോട്ടായതുകൊണ്ട് അവിടെ ആയിരിക്കാം മറ്റേ സീതാദേവി കുളിച്ച ലേക്ക് എന്നുള്ള എൻ്റെ ഒബ്സർവേഷൻ.
ബാലനെ കാണാൻ വേണ്ടി പോയപ്പോൾ വഴി തെറ്റിയില്ലായിരുന്നോന്നേ. എനിക്ക് ആ വഴി ഓർമ്മ വരുമോ പെട്ടെന്ന്. അതുകൊണ്ട് എനിക്കെന്തോ മുൻപ് ഇവിടെ വന്നിട്ടുള്ള പോലെ മറ്റേ ദേജാവ് ഫീലിംഗ് ഒക്കെ അടിക്കുവാണ്. നമ്മൾ പല ഭാഗത്തും ആനപ്പിണ്ടമൊക്കെ കണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആന ഉണ്ടാവുമോ? അതേ ലേക്കിൻ്റെ സമീപം നമ്മളെത്തി. അപ്പോൾ ഇതാണ് നുമ്മ പറഞ്ഞ ശാന്തസുന്ദരമായ ലേക്ക്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പം 2 പേര് മലയാളികളല്ല, അവർ പറഞ്ഞു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇവിടെ പെർമിഷൻ വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചുകൊണ്ട് നമ്മൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ലേക്കിൻ്റെ ഭാഗം എന്ന് ഒരു സൈൻ ബോർഡും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. മാന്യമായിട്ടാട്ടോ അവർ രണ്ടുപേരും നമ്മളോട് പെരുമാറിയത്. എനിക്ക് ആ ലേക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ചെറിയ വാട്ടർഫാൾസ് ആണ്. പിന്നെ ഈ നടത്തമൊക്കെ നല്ല രസമായിരുന്നു. ടാറ്റയുടെ ആളുകൾക്കാന്ന് തോന്നുന്നു അവിടുത്തെ റിസോർട്ടിൽ നിന്ന് എന്തെങ്കിലുമെങ്കിൽ ആയിരിക്കും കൊണ്ടുവരാൻ തോന്നുന്നു. അവർ പെർമിഷൻ വേണമെന്ന് പറഞ്ഞത്. നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം, കുറച്ച് ആൾക്കാർ വരുന്നുണ്ടേ. ഒരു 5-6 കണ്ടു, 5-6 ചെക്കന്മാരെയും കൂടെ നമ്മൾ കണ്ടു. അവരും ലേക്കിന്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? റിയലി അമേസിങ്. അങ്ങനെ നമ്മൾ കുറേ ഇറങ്ങി വന്നു, താഴെ എത്താറായി. ഇനി ആ റോഡ് വരെയും കൂടെ എത്താനുള്ളൂ. അപ്പോൾ അതേ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പട്ടീനെ കണ്ടു. പട്ടീനെ എനിക്ക് ഭയങ്കര പേടിയാണ്. മറ്റേ ഇറങ്ങി വന്ന 5-6 ചെക്കന്മാർ നമ്മളോട് പറഞ്ഞു ഒരു 6 ആന ഇറങ്ങിയിട്ടുണ്ട് ഈ പരിസരത്തുനിന്ന്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുവാണേ. അതിൻ്റെ ഇടയിൽ എൻ്റെ കാലിൽ 2 അട്ട ജീവിതത്തിൽ ആദ്യമായിട്ട് കടിച്ചേ. അപ്പോൾ ഇത്രയും ദുർഘടമായ വഴിയിലൂടെയൊക്കെ കയറിയിട്ടാണ് നമ്മൾ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത്. അപ്പം ഈ കഷ്ടപ്പാടിന് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.